വയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴയെന്ന പരാതിയുമായി യുവതി അടിവയറ്റിലെ കൊഴുപ്പ് നീക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ 9 വിരലുകൾ നഷ്ടപ്പെട്ടു. ടെക്നോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കോസ്മെറ്റിക് ആശുപത്രിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് പോലീസ് തള്ളിയിരുന്നു. വയറ്റിലെ കൊഴുപ്പ് മാറ്റുന്ന ശസ്ത്രക്രിയയ്ക്കാണ് പോയിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് നമ്മളല്ലാണ്ട് ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കി അവരോട് സംസാരിച്ച് അവർ പറഞ്ഞ അവർ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സാണ്, ഇങ്ങനെ കുറേ പ്രൂഫൊക്കെ അതിനെ കാണിച്ചൊക്കെ തന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ. പിന്നെ അതുമല്ല ഇതൊരു മൈനർ സർജറിയാണ്, അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ പിന്നെ അങ്ങനെ ഒരു ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇത് ആഫ്റ്റർ കെയർ എങ്ങനെയാണ് എന്നൊക്കെ നമ്മളെ ഒരു സർജറിക്ക് മുന്നേ ചോദിക്കുമല്ലോ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഓഫീസിലൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ പറ്റും, 2 ദിവസത്തിനകം പോവാനൊക്കെ പറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. സർജറി ചെയ്തു പൈസ വാങ്ങിച്ച് വിട്ടു. പക്ഷെ അതല്ലാണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പം അതിനെന്താണ് ചെയ്യേണ്ടത്, അതിനൊരു ട്രീറ്റ്മെൻറ്റ് തരിക, അതിനൊരു അറ്റൻഷൻ തരിക, അങ്ങനെയൊന്നും ചെയ്തില്ല. നെക്സ്റ്റ് ഡേ ചെന്നിട്ടും അവർ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ല. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലായി BP കുറവാണ് എനിക്ക്. അതേസമയം പോലീസ് അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തി. മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ എന്നാണ് പോലീസ് പറയുന്നത്. പരാതി നൽകി 3 മാസമായിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ആ വാക്കുകൾ കൂടി. അപ്പം ഞങ്ങൾ ഇത്രയും പരാതി കൊടുത്തിട്ട് ഞങ്ങളെ പരാതി അന്വേഷിച്ച് ഒരാളും ഇതുവരെ വന്നിട്ടില്ല. എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്താൽ എനിക്കറിയാവുന്നത് അവർ വിളിച്ച് ഞങ്ങളെ മൊഴിയെടുക്കുന്നതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. അവർ മൊഴിയെടുക്കാൻ വന്നില്ല. പിന്നെ ഈ മോള ഒരു മൊഴി ഇപ്പോൾ ഈ മെഡിക്കൽ ബോർഡ് കൂടുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് മോളെ മൊഴി എടുത്തിട്ടില്ല. പക്ഷേ 2 ഹോസ്പിറ്റലിലെയും അവരെ റെക്കോർഡുകൾ പരിശോധിച്ചാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ വിരലിൻ്റെ കാര്യം മാത്രമാണ് ഞങ്ങളെല്ലാം പ്രധാനമായിട്ട് പറയുന്നത്. ഈ വയറിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? സ്കിന്ന് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്തത്. അത് വലിയൊരു മുറിവായിരുന്നു. അതിൻ്റെ വേദനയും കൊണ്ടാണ് ഈ കുട്ടി ഇത്ര കാലം കഴിഞ്ഞത്. 2.5 മാസം വേദന അനുഭവിച്ച് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും മീര മനോഹരനാണ് ചേരുന്നത്. മീര രാവിലെ തന്നെ അവരുമായി നേരിട്ട് സംസാരിച്ചതാണ്. അതീവ ദാരുണകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ യുവതി കടന്നു പോകുന്നതെന്ന് മീര നേരിട്ട് മനസ്സിലാക്കിയതുമാണ്. മീര, ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം സർക്കാരിനെതിരെ, പോലീസിനെതിരെ ഒക്കെ അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവർക്കൊരു ദുരനുഭവം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് യുവതി ഏറ്റവും ഒടുവിലായ കുടുംബവും പറഞ്ഞു വെക്കുന്നത്. മീര നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം ഇവരുടെ പരാതി സംബന്ധിച്ചും അത് ഈ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എന്ന് സംബന്ധിച്ചു. സംഗീത, കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിനുശേഷം ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഈ യുവതി നീങ്ങുകയാണ്. വയറിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയാണ് നടത്തിയത്. അതിനുശേഷം ഈ യുവതികളുടെ വിരലുകൾ നഷ്ടപ്പെടുന്ന രീതിയിൽ അത്തരം ദാരുണമായൊരു സംഭവം നടക്കുന്നു. ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത ചെയ്തതാണ്. അതിനുശേഷം ഈ കുടുംബം ഉൾപ്പെടെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, പോലീസ്, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ അധികൃതർക്കും പരാതി നൽകുന്നു. പക്ഷേ മാസം 3 പിന്നിട്ടിട്ടും ഈ പരാതികളിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ ആരോപണമായി കുടുംബം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം നടക്കുമ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് ഈ ക്ലിനിക്കിനെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു. അതിനുശേഷം പോലീസ് ആ റിപ്പോർട്ട് തള്ളി എത്തിക്സ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ പുതിയ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ ഈ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഈ യുവതിയുടെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണത്. പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണത്, മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത്. ശരി, എന്തു തന്നെയായാലും അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് മീര സംഭവിക്കേണ്ടത്.